നിങ്ങളുടെ കയ്യിൽ ഒരു ഐഫോൺ ഉണ്ട്, പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും മണ്ടനാണ്. ഒന്നാമത്തെ ട്രിക്ക്, നിങ്ങൾക്ക് കടലിൽ പോകാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ മഴ നിങ്ങളുടെ നാട്ടിലില്ല, മഴ പെയ്യാത്ത സമയമാണ്, എന്നാൽ നിങ്ങൾക്ക് മഴ ആസ്വദിക്കുന്നു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോണിൻ്റെ സെറ്റിംഗ്സിൻ്റെ അകത്തേക്ക് പോവുക, എന്നിട്ട് അക്സസിബിലിറ്റിയിലേക്ക് പോവുക. അവിടെ ആയിട്ട് നിങ്ങൾക്ക് ഓഡിയോ വിഷ്വൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പലതരത്തിലുള്ള സൗണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് റെയിൻ ഉണ്ട്, അതായത് മഴയുണ്ട്, കാടുണ്ട്, അതുപോലെ തന്നെ കടലുണ്ട്, പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത അവിയലുണ്ട്, എല്ലാം ഉണ്ട്. അതിട്ടിട്ട് നിങ്ങൾക്ക് വോളിയം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ കിടന്നുറങ്ങാം. നിങ്ങൾക്ക് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ കടലിൽ പോയി ഇരിക്കുന്നത് പോലെ തോന്നും. അങ്ങനത്തെ പല സെറ്റപ്പുകളും ഉണ്ട്. രണ്ടാമത്തത്, നിങ്ങളുടെ വീട്ടിലൊരു പട്ടി കുരച്ചു കഴിഞ്ഞാലോ, പൂച്ചക്കുട്ടി കരഞ്ഞു കഴിഞ്ഞാലോ, ആരെങ്കിലും വന്ന് ഡോറിൽ തട്ടിക്കഴിഞ്ഞാലോ, ഒരു കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞാലോ ഒക്കെ നിങ്ങളുടെ ഫോൺ റെക്കഗ്നൈസ് ചെയ്ത് നിങ്ങളെ അറിയിക്കും. ഡേ ആരോ വന്ന് പുറത്തിപ്പുണ്ട്, ഡേ നിൻ്റെ പട്ടി കുരച്ചു, നിൻ്റെ പൂച്ച മ്യാവ് ചെയ്തു എന്നുള്ള സെറ്റപ്പ്. ഇത് ചെയ്യാനായിട്ട് ജസ്റ്റ് വീണ്ടും സെറ്റിംഗ്സിലേക്ക് പോവുക, ആക്സസിബിലിറ്റിയിലേക്ക് പോവുക, സൗണ്ട് റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് എനേബിൾ ചെയ്യുക. എന്നിട്ട് ആ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് നിങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റുമുള്ള ജീവജാലങ്ങളുടെ എല്ലാം സൗണ്ട് എനേബിൾ ചെയ്തിടാം. പാമ്പുണ്ടെങ്കിൽ പാമ്പൊന്നും അതിനകത്തില്ല കേട്ടോ, ചുമ്മാ പറഞ്ഞാണ്. അതിനകത്തുള്ള സാധനങ്ങളൊക്കെ വെച്ച് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് ഡോർ തട്ടി കഴിയുന്ന സമയത്തോ കോളിംഗ് ബെൽ അടിച്ചിരിക്കുന്ന സമയത്തോ നിങ്ങളുടെ ഫോൺ റിമൈൻഡ് ചെയ്യും. ഞാനിത് പറഞ്ഞ സമയത്ത് നിങ്ങളിപ്പോൾ ആലോചിക്കും, ഓ നീയാണേ വണ്ടൻ എന്ന് ഇങ്ങോട്ട് പറയാൻ നിങ്ങൾക്ക് തോന്നിയെന്ന് വരാം. പക്ഷേ ഞാൻ പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ കാതിൻ്റെ അകത്ത് മറ്റേ സാമാനം തിരുവി കയറ്റിയിട്ട് നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് ആൾ വന്നാലോ ഭൂമി കുലുങ്ങിയാലോ നിങ്ങൾ അറിയാൻ പോകുന്നില്ല. അപ്പോൾ ഒരു പട്ടി കുരച്ചു, ആരെങ്കിലും കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും, ഡേ ആരോ കോളിംഗ് ബെൽ അടിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ നിങ്ങൾക്ക് പലതരത്തിലുള്ള അടിയിൽ നിന്ന് ഒഴിവാകാവുന്നതാണ്. ഐഫോണിന് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചീത്ത പേരെന്തോന്ന് അറിയാമോ? ബാക്ക് പോകാൻ ബട്ടൺ ഇല്ലെന്ന്. ബട്ടൺ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് സെറ്റിംഗ്സിൽ കയറി നിങ്ങൾ 2-3 പേജിലേക്ക് പോയി കഴിഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആദ്യത്തെ പേജിലേക്ക് വരണോന്നുണ്ടെങ്കിൽ മലയാളവും പോയി. ഇപ്പോൾ വന്ന് ഇനി ഏത് ഭാഷയിൽ പറയുമെന്തോ, ജസ്റ്റ് മേളിലായിട്ട് കാണുന്ന ബാക്ക് ബട്ടൺ ഇല്ലേ, അതിലൊന്ന് ഹോൾഡ് പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ആദ്യത്തെ പേജിലേക്ക് വരാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഒരു ബെഞ്ചിൻ്റെയോ ഡെസ്കിൻ്റെയോ ഒക്കെ അളവ്, അതായത് അത് സ്ട്രെയിറ്റ് ആണോ ചരിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മെഷർ എന്ന് പറഞ്ഞ് ജസ്റ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ആപ്പ് ഉണ്ട്. അത് എനേബിൾ ചെയ്തിട്ട് അത് ഓപ്പൺ ആക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ മതി. നിങ്ങൾക്ക് അത് അളവ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റും. നിങ്ങൾക്കറിയാം ഐഫോണിൻ്റെ അകത്ത് ആപ്പൊക്കെ വന്ന് കിടക്കുന്നത് ഭയങ്കര ചവറുപോലെയാണ്. അപ്പോൾ ഒരു പേജിൽ ചിലപ്പോൾ 2 ആപ്പ് കാണും, ഒരു പേജിൽ ചിലപ്പോൾ 3 ആപ്പ് കാണും. ഇതിന് ഓരോന്നായിട്ട് ഓരോ പേജിലേക്ക് ഡ്രാഗ് ചെയ്തിടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതിനായിട്ട് ഒരു എളുപ്പ പരിപാടിയുണ്ട്. ജസ്റ്റ് ഏതെങ്കിലും ഒരു ആപ്പിൽ ഹോൾഡ് പ്രസ് ചെയ്യുക. ഹോൾഡ് പ്രസ് ചെയ്യുന്ന സമയത്ത് ആപ്പുകൾ കിടന്നിങ്ങനെ വിറയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ആപ്പിൽ ആദ്യം ഒന്ന് ഹോൾഡ് പ്രസ് ചെയ്യുക, എന്നിട്ട് അതിനൊന്ന് അനക്കി നോക്കുക. അനങ്ങുന്നുണ്ടോ? അനങ്ങുന്നുണ്ട്. കൊള്ളാം. അനങ്ങുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വിരൽ വെച്ച് അടുത്ത് ഇരിക്കുന്ന ആപ്പിനെ ഒന്ന് വലിച്ചതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വലിച്ചിടപ്പോൾ എല്ലാം കൂടി കൂട്ടത്തോടെ നിങ്ങൾക്കൊരു ബാഗിൻ്റെ അകത്താക്കി എടുത്ത് കൊണ്ടുപോകുന്നത് പോലെ അപ്പുറത്തെ പേജിലോ ഇപ്പുറത്തെ പേജിലോ ഒക്കെ കൊണ്ടുവന്ന് ഇടാനായിട്ട് പറ്റും. ഐഫോൺ ട്രിക്കെല്ലാം മനസ്സിലായല്ല. ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഇങ്ങോട്ടോക്ക്. ഈ ട്രിക്ക് അറിയാം, എനിക്കിത് അറിയാമായിരുന്നടേ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യാൻ വരുന്ന സുഹൃത്തുക്കളോട്, നിങ്ങൾക്കിത് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തവന് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ ഞാൻ വന്നിങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇനി അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങ് ചെയ്തു തുടങ്ങിക്കോ. ഇനി ആൻഡ്രോയിഡ് യൂസർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഐഫോൺ ഉള്ളവനെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു പ്രശ്നം അങ്ങ് സോൾവ് ആയി കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പം വല്ലപ്പോഴൊക്കെയാണ് ഐഫോണിൻ്റെ കണ്ടന്റ് എടുത്തത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം.